ഗിലെയാദിലെ സുഗന്ധതൈലം, ബാം ഓഫ് ഗിലെയാദ്. ഇത് ബൈബിളിലെ വളരെ പ്രതീകാത്മകമായ ഒരു ദൈവവചനമാണ്. ഗിലെയാദിലെ സുഗന്ധതൈലം. ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിൽ ഒരു ആനന്ദവും ഒരു സന്തോഷവും ഒരു സൗഖ്യവും ഒക്കെ ഉളവാകും. ഗിലെയാദിലെ സുഗന്ധതൈലം എന്നുള്ളത് ബൈബിളിൽ പലയിടത്തും പരാമർശിച്ചിട്ടുണ്ട്. ഉൽപ്പത്തിയിൽ യോസഫിനെ അവൻ്റെ സഹോദരന്മാർ വിൽക്കുന്ന ഇഷ്മായേലിയ കച്ചവടക്കാർ അവരുടെ കയ്യിലുള്ള വസ്തുക്കളെ കുറിച്ച് അവിടെ പരാമർശിച്ചിരിക്കുന്നത് ഗിലെയാദിലെ സുഗന്ധ പശ എന്നുള്ളതാണ്. അതേപോലെ തന്നെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലും യിരെമ്യാവിൻ്റെ പ്രവാചകന്റെ പുസ്തകത്തിലും ഒക്കെ ഈ സുഗന്ധ പശയെക്കുറിച്ച് പറയുന്നുണ്ട്. ഗിലെയാദ് എന്നുള്ള ഈ ഭൂപ്രദേശം യോർദാൻ നദിയുടെ കിഴക്കുള്ള ഒരു സ്ഥലമാണ്. ഇടതൂർന്ന കാടുകളും കുന്നുകളും കള്ളിമുൾച്ചെടികളും ഒക്കെ നിറഞ്ഞ ഒരു ഭൂപ്രദേശമാണ് ഈ ഗിലെയാദ്. അതിനുപരിയായി ഒരു അതിർത്തി പ്രദേശം കൂടിയാണ്. ഇസ്രയേലിനും അമോന്യർക്കും മോവാബിനും ഇടയിലുള്ള ഒരു അതിർത്തി പ്രദേശം. ആ കാരണത്താൽ തന്നെ ഇവിടെ സ്ഥിരമായി ആക്രമണങ്ങളും അതിൻ്റെ ഫലമായി മുറിവേറ്റ ധാരാളം ആളുകളും ഒക്കെയുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ഈ സ്ഥലത്തിന് മുറിവേറ്റവരുടെ സ്ഥലം എന്നുകൂടി പേർ പറയുന്നുണ്ട്. ദൈവം അവർക്ക് വേണ്ടി ഒരു ഔഷധം അവിടെ കരുതിയിട്ടുണ്ട്. ആ ഔഷധമാണ് ഈ ഗിലെയാദിലെ സുഗന്ധതൈലം. മുറിവേറ്റ ആളുകൾക്ക് അവരുടെ രക്തസ്രാവം, അങ്ങനെയുള്ള പല വ്രണങ്ങൾ ഉണ്ടാകുക, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ഈ തൈലം വളരെ ഔഷധ ഗുണമുള്ളതും അവർക്ക് അവരുടെ രോഗശമനത്തിന് പെട്ടെന്ന് സൗഖ്യം വരുത്തുന്നതുമാണ്. ഈ തൈലം ഉണ്ടാക്കുന്നത് ഗിലെയാദിലെ ചില മരങ്ങളുടെ പുറംതൊലി ഉരിച്ച് എടുക്കുമ്പോഴാണ്. പുറംതൊലി ഉരിച്ചെടുക്കപ്പെടുമ്പോൾ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കറയാണ് അവർ ഗിലെയാദിലെ ഈ സുഗന്ധ തൈലമായി രൂപപ്പെടുത്തി എടുക്കുന്നത്. മുറിവേറ്റ മരങ്ങളിൽ നിന്ന് മാത്രമേ ഈ ഔഷധം പുറത്തു വരികയുള്ളൂ. മുറിവേറ്റ മരത്തെ മുറിവേറ്റ ക്രിസ്തുവിനോട് മുൻകൂട്ടി സൂചിപ്പിക്കുന്നുണ്ട്. ഗിലെയാദിലെ തൈലത്തിൻ്റെ അല്ലെങ്കിൽ ഗിലെയാദിലെ മരത്തിൻ്റെ പുറംതൊലി ഉരിക്കപ്പെടുമ്പോൾ ആ മരം അനുഭവിക്കുന്ന പ്രാണവേദനയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആ ദ്രവം, ആ കറ രോഗശമനത്തിന് ഉതകുമെങ്കിൽ മനുഷ്യപുത്രനായി ഇറങ്ങി വന്ന ക്രിസ്തുവിൻ്റെ ശരീരം മുറിക്കപ്പെട്ടപ്പോൾ അതിൽ നിന്ന് പുറത്തേക്ക് ഒഴുകി വന്നത് സാധാരണ രക്തമല്ല. അത് മാനവരാശിയുടെ മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടിയുള്ള നിത്യ ഔഷധമാണ്. യേശുവിൻ്റെ രക്തം, ആത്മീയമായ ഗിലെയാദിലെ തൈലം. ഈ രക്തത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇത് മഹത്വമേറിയതും ആഴമേറിയതുമായ ദൈവിക രക്തമാണ്. സ്വർഗീയ മഹിമകളെ എല്ലാം വെടിഞ്ഞ് സ്വയം വെറുമയാക്കി തന്നെത്താൻ താഴ്ത്തി ക്രൂശ് ഏറ്റെടുത്ത് നമ്മൾക്ക് ഓരോരുത്തർക്കും വേണ്ടി മരിച്ചവനാണ് ക്രിസ്തു. ആ ക്രിസ്തുവിൻ്റെ രക്തം നമ്മുടെ പാപത്തിന് പരിഹാരം തരുന്നതാണ്. അവനെ സ്നേഹിച്ചവർ അവനെ തള്ളിപ്പറഞ്ഞപ്പോൾ, അവൻ്റെ കൂടെ നടന്നവർ അവനെ ഒറ്റിക്കൊടുത്തപ്പോൾ, അവനിൽ നിന്ന് സൗഖ്യം നേടിയവർ അവനെ ക്രൂശിക്ക എന്ന് ആക്രോശിച്ചപ്പോൾ, അവൻ്റെ ശരീരത്തിലേറ്റ മുറിവിനേക്കാൾ അവൻ്റെ ഹൃദയം തകർക്കപ്പെടുകയായിരുന്നു. ആ തകർന്ന ഹൃദയത്തിൽ നിന്നാണ്
അവൻ്റെ രക്തം പുറത്തേക്ക് വന്നത്. അവൻ്റെ വിലാപ്പുറത്ത് നിന്നാണ് അവസാനത്തെ തുള്ളി രക്തം പുറത്തേക്ക് വന്നത്. ആ രക്തത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് കറയില്ലാത്ത രക്തമാണ്. അതുകൊണ്ട് നമ്മുടെ പാവങ്ങളെ കഴുകുമ്പോൾ രക്താംബരം പോലെ ചുവന്ന നമ്മുടെ പാവങ്ങൾ ഹിമം പോലെ വെളുക്കപ്പെടുകയാണ്. ആ രക്തത്തിന് നമ്മളെ നിത്യമായ സമാധാനത്തിലേക്ക് വഴി നടത്തുവാൻ ശക്തിയുണ്ട്. നമ്മുടെ രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ അവൻ മതിയായവനാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53:5 പറയുന്നു, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു എന്ന്. അവൻ്റെ നാമം പകർന്ന തൈലം പോലെയാണ്. ആ തൈലം നമ്മുടെ പഴി, ദുഷി, നിന്ന, ഞെരുക്കങ്ങളിൽ നിന്നൊക്കെയും നമുക്ക് മോചനം തന്ന് നമ്മളെയും സുഗന്ധമുള്ളതാക്കി തീർക്കും. യേശുവിനോട് കൂടിയുള്ള അടുപ്പം അല്ലെങ്കിൽ ദൈവത്തോടു കൂടിയുള്ള നമ്മുടെ സഹവാസം നമുക്ക് ആശ്വാസം തരുന്നതാണ്. ഗിലെയാദിലെ മരത്തിൽ നിന്ന് വന്ന ആ കറകൾ രോഗത്തിന് ശമനം വരുത്തിയെങ്കിൽ അതിനേക്കാൾ മേത്തരമായ കർത്താവിൻ്റെ ശരീരത്തിലെ രക്തം, അവൻ്റെ ഹൃദയ രക്തം, അവൻ ഊറ്റിത്തന്ന സ്നേഹത്തിൻ്റെ രക്തം നമ്മൾക്ക് എത്രമാത്രം ആശ്വാസപ്രദമായിരിക്കും. യിരെമ്യാ പ്രവാചകനോട് ദൈവം ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഗിലെയാദിൽ ഔഷധമില്ലേ? നിങ്ങൾക്ക് വൈദ്യനില്ലേ? എൻ്റെ പുത്രിയുടെ രോഗത്തിന് എന്തുകൊണ്ട് ശമനം വരുന്നില്ല എന്ന്. നമ്മൾക്ക് നമ്മുടെ ഹൃദയത്തോടെ ചോദിക്കാം, നമുക്ക് ഗിലെയാദിലെ സുഗന്ധ തൈലം, നമ്മുടെ വൈദ്യനായ ക്രിസ്തു നമ്മുടെ കൂടെയില്ലേ? അവനാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഗിലെയാദിലെ സുഗന്ധ തൈലം. അവനാണ് നമ്മുടെ വൈദ്യൻ. നമ്മുടെ രോഗങ്ങൾ എത്ര വലുതായിരുന്നാലും, നമ്മുടെ പ്രശ്നങ്ങൾ മതിലുകൾ പോലെ ഉയർന്നു നിന്നാലും, നമ്മളുടെ ജീവിതത്തിൻ്റെ പാതകൾ അതിർത്തി പ്രദേശത്തിലെ പാതകൾ പോലെ കടുത്തതായിരുന്നാലും അവൻ നമുക്ക് ശാശ്വതമായ പരിഹാരം നൽകും. അവൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഇരിക്കും. അവൻ്റെ തിരുമുറിവുകളെ നമ്മുടെ മുറിവുകളാക്കി നമുക്ക് മാറ്റാം. അവൻ്റെ മുറിവുകളോടുകൂടി നമ്മുടെ മുറിവുകളെ നമുക്ക് ചേർത്ത് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ജീവിതത്തിന് പുറമേയുള്ള സൗഖ്യം മാത്രമല്ല ലഭിക്കുന്നത്, നമ്മുടെ ആത്മാവിൻ്റെ സൗഖ്യം കൂടി നമുക്ക് ലഭിക്കും. അതൊരു സാധാരണമായ രക്തമല്ലാത്തതുകൊണ്ട്, അസാധാരണമായ രക്തമായതുകൊണ്ട്, അതൊരു സുഗന്ധമുള്ള തൈലമായതുകൊണ്ട് നമ്മളുടെ നഷ്ടപ്പെട്ടു പോയ പറുദീസ നമുക്ക് വീണ്ടെടുക്കുവാൻ സാധിക്കും. ഗിലെയാദിലെ സുഗന്ധ തൈലം ആ മരങ്ങൾക്ക് മുറിവേറ്റപ്പെട്ടപ്പോൾ ഒഴുകിയത് ഔഷധമാണെങ്കിൽ, കർത്താവായ ലോകരക്ഷകനായ ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ നിന്നും ഒഴുകിയ രക്തം നമ്മുടെ നിത്യ രക്ഷയ്ക്കുള്ളതാണ്. കർത്താവ് നമ്മളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ മുറിവുകളെ എത്ര ആഴമുള്ള മുറിവുകളായിരുന്നാലും, എങ്ങനെയുള്ള മുറിവുകളായിരുന്നാലും എന്നെ ഒന്ന് കാണിക്കാമോ? എൻ്റെ അടുക്കിലേക്ക് നിങ്ങൾ വരാമോ? മക്കളെ, നിങ്ങൾക്ക് സൗഖ്യം തരുന്നതിന് വേണ്ടിയാണ് ഞാൻ മുറിവേറ്റത്. അതെ, നമ്മുടെ ജീവിതത്തിലെ, നമ്മുടെ തലമുറകളുടെ ജീവിതത്തിലെ, ലോകത്തിൻ്റെ മുഴുവൻ നിത്യരക്ഷകനായ ക്രിസ്തുവാണ് നമ്മുടെ ഗിലെയാദിലെ സുഗന്ധ തൈലം. അവനാണ് നമ്മുടെ ഗിലെയാദ്. യഥാർത്ഥത്തിൽ ക്രിസ്തു തന്നെയാണ് ഗിലെയാദ്. ഈ പുതിയ നിയമത്തിൽ ക്രിസ്തുവിൻ്റെ ഈ ക്രൂശീകരണത്തിൽ അവൻ്റെ ഹൃദയത്തിൽ നിന്നും അവൻ്റെ മുറിവുകളിൽ നിന്നും ഒഴുകിയ രക്തം, അതാണ് യഥാർത്ഥ സൗഖ്യം തരുന്ന ഗിലെയാദിലെ സുഗന്ധ തൈലം.